അസർ ഭായി പറയൂ. നാസർ കുടിമരം. ഓക്കെ സൂപ്പർ നമസ്കാരം. പിന്നെ നമസ്കാരം. ഓക്കെ അപ്പൊ ഈ കുവൈത്തിൽ ക്രിസ്മസ് നിരോധിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. ഇങ്ങനെ ഓൺലൈൻ ചാനലുകളിലൊക്കെ പറയുന്നു കുവൈത്തിൽ ക്രിസ്മസ് നിരോധിച്ചു, ക്രിസ്മസ് അലങ്കാരങ്ങളൊന്നും പാടില്ല, അതൊക്കെ എടുത്തു കളയണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ അത് ഇതിപ്പോ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഇസ്രയേലിനോടുള്ള ഒരു പ്രതികാരമായിട്ടാണ് പറയുന്നത്. ഇസ്രയേലിനോടുള്ള ഒരു പ്രതികാര നടപടി എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇസ്രയേലിനോടുള്ള പ്രതികാര നടപടിക്ക് ഈ ക്രിസ്ത്യാനികളുടെ ആഘോഷത്തെ നിരോധിക്കുന്നുകൊണ്ടെന്നാണ് പ്രയോജനമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഈ ജൂതന്മാരോടാണ് വിരോധമെങ്കിൽ അവരുടെ ശാബത്ത് ശനിയാഴ്ച മൊത്തം കടകളെല്ലാം അടച്ചിടണമെന്നോ അല്ലെ എല്ലാവരും പണിക്കിറങ്ങണോ അങ്ങനെയൊക്കെയാ പറയേണ്ടത്. കാരണം അവരുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ ശാബത്ത് ദിനമാണ്. അല്ലെങ്കിൽ യോം കിപ്പൂർ എന്ന് പറഞ്ഞ ഒരു ആഘോഷമുണ്ട്. അങ്ങനെ കുറച്ച് ആഘോഷങ്ങളെ അവർക്കുള്ളൂ. ആ ആഘോഷ ദിവസങ്ങളിലാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത്. ഈ ക്രിസ്മസ് നിരോധിക്കുക എന്ന് പറയുന്നത് വെറും ഒരു വിഡ്ഢിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതൊക്കെ ചുമ്മാ ഒരു പ്രതികാരം എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് ഇവർക്ക് അറിയില്ലോ. കാരണം അങ്ങനെയാണ് ഇവരുടെ മതഗ്രന്ഥങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഖുർആൻ പറയുന്ന ഈ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയ എന്ന 444 സൂറത്ത് അൻ-നിസാ 144 വാക്യം. അതിന്റെ അർത്ഥം അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങൾ അമുസ്ലിമീങ്ങളെ ആരെയും മിത്രമാക്കരുത്. അമുസ്ലിമീങ്ങളെ ആരെയും മിത്രമാക്കരുത്. അതനുസരിച്ച് വേണമെങ്കിൽ ഇവർക്ക് ഈ ക്രിസ്മസ് നിരോധിക്കാം. പക്ഷെ ഒരു കാര്യം കുവൈറ്റ് എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. കാരണം ഈ കുവൈറ്റിനെ 1990 ഇവരുടെ തന്നെ അയൽ രാജ്യമായിരുന്ന ഇറാഖ് ആക്രമിച്ച് കീഴടക്കിയായിരുന്നു. സദ്ദാം ഹുസൈൻ, അന്നത്തെ ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈൻ ആക്രമിച്ച് കീഴടക്കിയ ഒരു രാജ്യമാണ് ഈ കുവൈറ്റ്. അന്ന് ഈ കുവൈറ്റിനെ രക്ഷിച്ചത് ഒന്നാന്തരം ഒരു ക്രിസ്തീയ രാജ്യമാണ് അമേരിക്ക വന്നിറങ്ങിയാണ് ഈ ഇറാഖിന്റെ കയ്യിൽ നിന്നും ഈ കുവൈറ്റിനെ മോചിപ്പിച്ച് സ്വതന്ത്ര രാജ്യമാക്കി മാറ്റിയത്. അത് അമേരിക്കയായിരുന്നു. അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു ജോർജ് ബുഷ്, അദ്ദേഹത്തിന്റെ ജോർജ് ബുഷ് സീനിയർ. പിന്നീട് അദ്ദേഹത്തിന്റെ മകനും പ്രസിഡന്റ് ആവുകയുണ്ടായി അമേരിക്കയുടെ. അപ്പൊ അന്ന് ഈ കുവൈറ്റിന്റെ, സത്യം പറഞ്ഞ കുവൈറ്റിന്റെ രണ്ടാം തന്തയാണ് ഒരു ക്രിസ്തീയ രാജ്യം. അല്ലെങ്കിൽ അന്ന് തീരണ്ടാണ്, അന്ന് സദ്ദാം പിടിച്ചെടുത്താണ്. സദ്ദാം കുവൈറ്റിനെ അവരുടെ 28ാമത്തെ പ്രവിശ്യയായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. സദ്ദാം കുവൈറ്റിനെ ഞങ്ങളുടെ 28ാമത്തെ പ്രവിശ്യയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പോ ഇത് വരെ ഇറക്കിയതാണ്, ഫത്വ വരെ ഇറക്കിയതാണ്. അന്ന് താരിഖ് അസീസ് ആയിരുന്നു ഇറാഖിന്റെ പ്രധാനമന്ത്രി. താരിഖ് അസീസ ഫത്വയിൽ ഒപ്പുവെക്കുകയും കുവൈറ്റിനെ ഇറാഖിന്റെ 28ാമത്തെ പ്രവിശ്യയായിട്ട് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓർഡർ ഇറക്കി. മനസ്സിലായോ? എന്നിട്ട് ആ കുവൈറ്റിനെ മോചിപ്പിച്ചു കൊടുത്ത ഒരു ക്രിസ്തീയ രാജ്യമാണ്. ജോർജ് ബുഷ് എന്ന് പറയുന്ന ഒന്നാന്തരം ക്രിസ്തീയ വിശ്വാസിയായിരുന്ന പ്രസിഡന്റ് ആയിരുന്നു അന്ന് കുവൈറ്റിനെ മോചിപ്പിച്ചു കൊടുത്തത്. അതൊന്നും മനസ്സിലാക്കാതെ അതിന്റെയൊക്കെ അന്ന് ഇന്നത്തെ ഈ പ്രസിഡന്റ്, ഇന്നത്തെ ഈ കുവൈറ്റ് അമീർ അന്ന് പെട്രോളിയം വകുപ്പ് അന്ന് വിദേശ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയമായിരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു ഇന്നത്തെ കുവൈറ്റ് അമീറായ നായിഫ് രാജകുമാരൻ. ഇന്നയാൾ അമീറ. ഇതിനു മുമ്പ് മരിച്ചുപോയ ആളാണ് അന്നത്തെ പെട്രോളിയം മന്ത്രിയായി. ഇതിനു മുമ്പ് മരിച്ചുപോയ അഹമ്മദ് അൽ സബാഹ് എന്ന് പറയുന്ന രാജാവ് അമീർ, അയാള് പെട്രോളിയം വകുപ്പ് മന്ത്രിയായിരുന്നു. ഇന്നത്തെ ഇയാള് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു ഇന്നത്തെ അമീർ. ഇതൊക്കെ ഇവർ മറന്നുകൊണ്ടാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് കുവൈത്തിൽ. എന്തൊരു വിരോധാഭാസമാണെന്ന് പറഞ്ഞത്. കാരണം ഈ മണ്ടത്തരങ്ങൾ ചെയ്യുമ്പോൾ ഇനിയിപ്പോ ഇവർക്ക് ഈ കുവൈറ്റിന് ഇനിയും അമേരിക്കയുടെ ആവശ്യം വരും. ക്രിസ്തീയ രാജ്യങ്ങളുണ്ടെങ്കിലേ അമേരിക്കക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അമേരിക്കയുടെ ഈ കുവൈറ്റിലെ എനിക്ക് കുവൈറ്റിനെ പറ്റി വ്യക്തമായിട്ടറിയാം. ഞാൻ 10-15 കൊല്ലം കുവൈറ്റിൽ ഉണ്ടായിരുന്നവനാണ് കേട്ടോ. അതുകൊണ്ടാണ് കുവൈറ്റിനെ പറ്റി എനിക്ക് വ്യക്തമായിട്ടറിയാം. കുവൈറ്റിലെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരേ ഒരു മെഡിക്കൽ കോളേജ് കുവൈറ്റിലുള്ളൂ, ഒറ്റ ഒരു മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിന്റെ തലവൻ ഒരു മലയാളിയായിരുന്നു. 15 വർഷത്തോളം ചെറിയാൻ എന്ന് പറയുന്ന തിരുവല്ലാക്കാരനായ ചെറിയാൻ എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു. ഞാൻ ആ ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ട്. ആ ഡോക്ടറുടെ അടുത്ത് ഞാൻ പോയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. അദ്ദേഹമായിരുന്നു ആ മെഡിക്കൽ കോളേജിന്റെ സുപ്പീരിയർ. മനസ്സിലായോ? ഒരു മലയാളിയായിരുന്നു, ക്രിസ്ത്യാനിയായിരുന്നു ചെറിയൻ. 15 വർഷത്തോളം സേവിച്ചു. അയാളുടെ കീഴിലാണ് കുവൈറ്റിലെ ആ മെഡിക്കൽ കോളേജ് വളരെ വിസ്തൃതമാവുകയും വിപുലമാവുകയും ഒരുപാട് പല പ്രവിശ്യകളിലും മെഡിക്കൽ കോളേജ് പിന്നീട് തുടങ്ങുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. അന്ന് ഒരൊറ്റ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. ഈ ചെറിയാന്റെ കീഴിലാണ് പിന്നീട് പല മെഡിക്കൽ കോളേജുകളും കുവൈറ്റിൽ രൂപം കൊള്ളുന്നത്.
അതേപോലെ ഒരുപാട് അമേരിക്കൻ സ്കൂളുകൾ നിങ്ങൾക്ക് കുവൈറ്റിൽ പോയാൽ കാണാൻ സാധിക്കും. അവിടെയൊക്കെയാണ് ഈ അമീറന്മാരുടെ, രാജാക്കന്മാരുടെ, റോയൽ ഫാമിലിയുടെ ഒക്കെ മക്കൾ പഠിക്കുന്ന അമേരിക്കൻ സ്കൂളുകളിലാണ്. അവിടെയൊക്കെ പഠിപ്പിക്കുന്ന ക്രിസ്തീയ അധ്യാപകരാണ്. ഇനി ഏറ്റവും കൂടുതൽ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഫിലിപ്പീൻസുകാർ. കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഫിലിപ്പീൻസുകാരെ പിന്നെ വനിതകളാണ്. ഫിലിപ്പീനി വനിതകളാണ് ഏറ്റവും കൂടുതൽ കുവൈറ്റിൽ ജോലി ചെയ്യുന്നത്. അവർക്ക് ക്രിസ്ത്യാനികളാണ്. എന്നിട്ടാണ് ക്രിസ്മസ് ആഘോഷത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്ന്, എന്ത് വിവരമാണെന്ന് ഓർത്ത് നോക്കിയേ. അതാണ് ഇവരെ ഈ മദ്രസ പൊട്ടന്മാരെന്ന് സോഷ്യൽ മീഡിയ വിളിക്കുന്നത്. കാരണം ഈ മദ്രസയിൽ നിന്നും പറഞ്ഞു കൊടുക്കുന്ന ഈ മണ്ടത്തരങ്ങളും തലയിൽ ചുമന്നുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇന്ന് ലോകം മുഴുവൻ ഇസ്ലാം ഏറിൽ നിൽക്കാനുള്ള കാരണം എന്താണ്? ഈ മദ്രസാ മണ്ടത്തരങ്ങൾ ഇവരിങ്ങനെ ആവർത്തിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ ഈ ഹമാസ് ഇസ്രയേലിൽ കയറി ഹമാസ് ഈ ഹമാസുകാർ ഇസ്രയേലിൽ കയറിയ ജൂതന്മാരുടെ കുട്ടികളെയും ജൂത വനിതകളെയും ജൂതന്മാരെയും ഒക്കെ കൊന്നൊടുക്കി. അപ്പൊ ഇവിടെ ഒരു മൗലവിയോ, ഒരു തലയെക്കെട്ട് മൗലവിയോ, അലിയാർ കാസ്മിയെ പോലുള്ള, മുജാഹിദ് ബാലിശ്ശേരിയെ പോലുള്ള, എം അക്ബറിനെ പോലുള്ള, സാക്കിർ നായിക്കിനെ ഒരുപാട് മൗലവിമാരുണ്ടല്ലോ ഇവിടെ. യൂട്യൂബിൽ കിടന്ന് വർഗീയത വിളമ്പുന്ന നമുക്ക് എപ്പോഴും കാണാം. ഈ മൗലവിമാരിൽ ഏതെങ്കിലും ഒരു മൗലവി പറഞ്ഞോ ഹമാസ് ചെയ്തത് തെറ്റായി പോയി എന്ന്? ഹമാസ് ഇസ്രയേലിൽ കയറിപ്പോയി ചെയ്തത് തെറ്റായിപ്പോയി. അവരുടെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയത്, ആ ജൂത സ്ത്രീകളെ കൊന്നൊടുക്കിയത്, ഒരു പെണ്ണിനെ നിങ്ങൾ തന്നെ കണ്ടില്ലേ, ബൈക്കിന്റെ പുറകിൽ പൂർണ്ണ നഗ്നയായിട്ട് അവളെ കയറ്റി കിടത്തിയിട്ട് അവളുടെ ശരീരത്തിലേക്ക് കുത്തുകയാണ്. അതേപോലെ ഒരു പിക്കപ്പ് വാനിന്റെ പുറകില് ജൂത സ്ത്രീകളെ കയറ്റി നിർത്തി പൂർണ്ണ നഗ്നയായിട്ട് കിടത്തി വെച്ച് അവളെ ആക്രമിക്കുന്നു. അന്നേരം 6ഉം 7ഉം വയസ്സുള്ള ബാലന്മാര്, കുട്ടികൾ വന്ന് ആ ജൂത സ്ത്രീയുടെ മുഖത്തേക്ക് തുപ്പുന്നു. നമ്മൾ കണ്ടതാണ് വീഡിയോ. ഒന്ന് ഓർത്തു നോക്കിക്കേ. അപ്പോൾ ഈ 6ഉം 7ഉം വയസ്സുള്ള കുട്ടികൾ വരെ ഈ ചെറുപ്പത്തിലെ ഈ മതവിഷം തലയിൽ പേറിക്കൊണ്ട് നടക്കുകയാണ്. അപ്പൊ അവരൊക്കെ വളരുമ്പോ എന്താ? ഹമാസ് തീവ്രവാദികൾ തന്നെയാവും. യാതൊരു സംശയമുണ്ടോ? ഒരു സംശയവുമില്ല, ഹമാസ് തീവ്രവാദികൾ തന്നെയായിട്ട് മാറും. എന്നിട്ട് അവരെയൊക്കെ കൊന്നൊടുക്കിയിട്ട് ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക മൂല്യം, കേരളത്തിലെ നോക്കണ്ട, ഇന്ത്യയിലെ, ലോകത്തെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഫത്വ പുറപ്പെടുവിച്ചോ, ഹലോ ഹമാസുകാരെ, നിങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി, അത് മനുഷ്യരാണ്, ചോരയും നീരുമുള്ള മനുഷ്യരാണ്, വികാരങ്ങളും വിചാരങ്ങളുമുള്ള മനുഷ്യരാണ്, മുസ്ലിമീങ്ങളെ പോലെ തന്നെ അവരുടെയും സിരകളിലൂടെ ഓടുന്ന ചുവന്ന രക്തമാണ്, ഞരമ്പുകൾ മുസ്ലിമീങ്ങളുടെ പോലെ തന്നെയാണ് അവരുടെയും ത്രസിക്കുന്നത്, അവരും ഒരമ്മയ്ക്കും ഒരച്ഛനും ഉണ്ടായവരാണ് എന്ന് ഏതെങ്കിലും ഒരു മൗലവി ഇവിടെ പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഒരക്ഷരം മിണ്ടിയില്ല. ഒരു ജുമാ കുത്തുബയിൽ ഒരക്ഷരം ഉരിയാടിയില്ല. അവർ മൗനവ്രതം പാലിച്ചു. ചിലരൊക്കെ അതിനെ കൊട്ടിഘോഷിക്കുകയും ചെയ്തു. ഹമാസ് പോരാളികൾ ഇതാ ഇസ്രയേലിനെ ആക്രമിച്ചിരിക്കുന്നു. മീഡിയ വൺ ചാനലും ദേശാഭിമാനി പത്രവും മാധ്യമം ദിനപത്രവും ഒക്കെ കിടന്ന് ആർത്തട്ടഹസിച്ചു. ഇതാ ഇസ്രയേലിൽ പോയി ഹമാസുകാർ ഇതാ വെടിപൊട്ടിച്ചിരിക്കുന്നു, ഇസ്രയേലിന് ഇതാ തകർത്തിരിക്കുന്നു, ഇസ്രയേലിന് ഇനി ഒരു ഉയർച്ച ഉണ്ടാവില്ല എന്നൊക്കെ നമ്മുടെ മീഡിയ വൺ ചാനലിൽ കിടന്ന് പ്രമോദ് രാമനെ പോലുള്ള അടുപ്പുകൂട്ടി ചർച്ചയൊക്കെ നമ്മൾ കണ്ടു, ഇല്ലേ? പക്ഷെ ഒരാൾ പോലും പറഞ്ഞില്ല അവരും മനുഷ്യരാണ് കേട്ടോ, അവരുടെ ഈ സിരകളിലൂടെ ഓടുന്ന ചുവന്ന രക്തമാണ് കേട്ടോ, അവരും മാതാപിതാക്കൾക്ക് ഉണ്ടായവരാണ് കേട്ടോ, അവരെ കൊന്നത് ശരിയായില്ല, അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ജീവൻ പോകുന്നത് നിങ്ങളുടെ മുസ്ലിമിന്റെ ജീവൻ പോകുന്ന പോലെ തന്നെയാണ് എന്ന് ഏതെങ്കിലും മൗലവി പറഞ്ഞോ? ഇല്ല. ആ മൗലവിമാർ ഉള്ളിൽ സന്തോഷിച്ചു. കാരണം കൊല്ലപ്പെടുന്ന ജൂതനാണ്. കാരണം എന്താണ്? അവരുടെ ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നു, സൂറത്ത് 5:51, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാഅൻ, അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങൾ യഹൂദനെയും ക്രിസ്ത്യാനിയെയും മിത്രമാക്കരുത്. 9:123 ഖുർആൻ പറയുന്നു, ഖാതലുല്ലദീന യലൂനക്കും മിനൽ കുഫാരി വയജിദു ഫീക്കും ഇല്ലത്തൻ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ അയൽക്കാരായ കാഫിറുകളോട് നിങ്ങൾ പോയി യുദ്ധം ചെയ്യുക, കൂടാതെ അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക, എന്തെന്നാൽ അവരുടെ സങ്കേതം നരകമത്രേ. ഇതൊക്കെയാണ് അവർ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ മുസ്ലിമിനെ കൊല്ലുമ്പോൾ, ജൂതനെ കൊല്ലുമ്പോൾ ഒരിക്കലും അവർക്ക് അവരുടെ രക്തം തിളക്കില്ല, ഒരിക്കലും അവർ സങ്കടപ്പെടില്ല. കാരണം സന്തോഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനത്തെ ജൂതനെയും കൊല്ലാതെ, അവസാനത്തെ ജൂതനെയും കീഴടക്കാതെ ലോകം അവസാനിക്കില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും തിർമുദിയുടെയും ഹദീസ് സമാഹാരങ്ങളിലാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് അവർ ഒന്നും മിണ്ടാതിരുന്നത്. പക്ഷേ പിന്നീട് അവർ ആളിക്കത്താൻ തുടങ്ങി. പിന്നീട് ഈ അലിയാർ കാസ്മിയുടെയും എം അക്ബറിന്റെയും മുജാഹിദ് ബാലിശ്ശേരിയുടെയും തലയെക്കെട്ട് മൗലവിമാരുടെയും യൂട്യൂബ് വീഡിയോകൾ നമ്മൾ കണ്ടു. എപ്പോഴാണ്? ഇസ്രയേൽ തിരിച്ചടിച്ചു. അപ്പോൾ അവിടെ കുട്ടികൾ മരണപ്പെട്ടു, പാലസ്തീനി കുട്ടികൾ മരണപ്പെട്ടു, സ്ത്രീകൾ മരണപ്പെട്ടു, വൃദ്ധരായവർ മരണപ്പെട്ടു, യുവാക്കൾ മരണപ്പെട്ടു. അപ്പോൾ അവർക്ക് അവരുടെ രക്തം തിളച്ചു. കാരണം എന്താ? മരിച്ചത് ഞങ്ങളുടെ ഉമ്മത്താണ്, മരിച്ചത് അവരുടെ ഉമ്മത്താണ്, മുസ്ലിമാണ് മരണപ്പെട്ടത്, അല്ലാതെ കാഫിറല്ല. ഇസ്രയേൽ തിരിച്ചടിച്ചു, മുസ്ലിം കൊല്ലപ്പെട്ടു, പാലസ്തീനി കൊല്ലപ്പെട്ടു, ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. അപ്പോൾ അവരുടെ രക്തം തിളച്ചു. അപ്പോൾ അവർ ഇതാ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഇതാ ഇസ്രയേൽ ആക്രമിക്കുന്നേ, ഇതാ ചുമ്മാ കിടന്ന ഹമാസിനെ ആക്രമിക്കുന്നേ, സേവ് ഗാസ എന്നും പറഞ്ഞ് അവർ ഊരിപ്പിടിച്ച വാളുമായി ഭയങ്കര ബഹളമായി ഇതാ യൂട്യൂബുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. മീഡിയ വൺ ചാനലുകളും ദേശാഭിമാനി പത്രവും മാധ്യമം ദിനപത്രവും ഒക്കെ ഈ മുഖപ്രസംഗം വരെ വാരിക്കോരി എഴുതിക്കൊണ്ടിരിക്കുന്നു ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി, പാലസ്തീനി
കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. പക്ഷേ ജൂതന്റെ കുട്ടി മരിച്ചപ്പോൾ, ജൂത സ്ത്രീകൾ കൊല്ലപ്പെട്ടപ്പോൾ, ജൂതന്റെ വൃദ്ധരെയും വൃദ്ധകളെയും തട്ടിക്കൊണ്ടുപോയപ്പോൾ, അവരെ ആക്രമിച്ചപ്പോൾ, അവരെ ശ്വാസം മുട്ടിച്ചു കൊന്നപ്പോൾ, അവരെ ബലാത്സംഗം ചെയ്തപ്പോൾ, അവരെ നഗ്നരാക്കി കിടത്തി പൊതുനിരത്തുകളിലൂടെ പ്രദർശിപ്പിച്ച് ചാട്ടവാറിനടിച്ചു കൊണ്ടു നടന്നപ്പോൾ ഇവരുടെ ഒന്നും രക്തം തിളച്ചില്ല. ഇവരൊന്നും ഒരു 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 വീഡിയോ പോലും ഇറക്കിയില്ല. ഒരു മാധ്യമത്തിലോ ഒരു മുസ്ലിം പത്രങ്ങളിലോ ഒരു മുഖപ്രസംഗവും വന്നില്ല. കാരണം എന്ത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അൽ യഹൂദ വന്നസാറ ഔലിയാഅൻ. അള്ളയാണ് പറഞ്ഞത്. അള്ളയാണ് പറഞ്ഞു, ഇവരുടെ മതദൈവമായ അള്ളയാണ് പറഞ്ഞത്, അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങൾ യഹൂദനെയും ക്രിസ്ത്യാനിയെയും മിത്രമാക്കരുത് കേട്ടോ. അവസാനത്തെ ജൂതനെയും കൊല്ലുന്നത് വരെ, അവസാനത്തെ ജൂതനും മരിച്ചു വീഴുന്നത് വരെ ലോകം അവസാനിക്കില്ല കേട്ടോ. ഇവരുടെ ഗ്രന്ഥങ്ങളിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ഇന്നലെയും ഞാൻ ആവർത്തിച്ചത്, ഈ ഇസ്ലാമിക മൗലവിമാർ, ഈ പ്രത്യേകിച്ച് കേരളത്തിലെ ഇസ്ലാമിക മൗലവിമാർ, പ്രത്യേകിച്ച് കേരളത്തിലെ ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാമോ? എക്സ് മുസ്ലിങ്ങൾ ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഒരു സുനാമി പോലെയാണ് എക്സ് മുസ്ലിമീങ്ങൾ ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സുനാമി പോലെ. കാരണം അതേപോലെ എക്സ് മുസ്ലിമീങ്ങൾ വരുന്നുണ്ട്. അവര് ഇതുപോലെ എന്നെ പോലെ ക്ലബ് ഹൗസുകളിലോ ഫേസ്ബുക്കുകളിലോ ഇൻസ്റ്റാഗ്രാമുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ വന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അവരുടെ മനസ്സുകളിലുണ്ട്. കാരണം എനിക്ക് നേരിട്ടറിയാം നൂറുകണക്കിന് എക്സ് മുസ്ലിങ്ങളെ അറിയാം. ഒരക്ഷരം പോലും ക്ലബ് ഹൗസിൽ പറയാത്തവർ, ഒരക്ഷരം പോലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറിക്കാത്തവർ. കാരണം ഭയം കൊണ്ടാണ്. നിസ്സഹകരണം ഭയപ്പെടുന്നു, ബന്ധുക്കളുടെ നിസ്സഹകരണം ഭയപ്പെടുന്നു, സമൂഹത്തിന്റെ നിസ്സഹകരണം ഭയപ്പെടുന്നു. അതുകൊണ്ട് മാത്രമാണ് മുസ്ലിം മൗലവിമാരെ, MM അക്ബർമാരെ, മുജാഹിദ് ബാലുശ്ശേരിമാരെ, അലിയാർ കാസിമിമാരെ ഇവരൊന്നും മിണ്ടാതിരിക്കുന്നത്. എന്നെ പോലെയോ ജാമിദ ടീച്ചറിനെ പോലെയോ EA ജബ്ബാറിനെ പോലെയോ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നുള്ളൂ. കാരണം എന്താണ്? ഞങ്ങളുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ കന്നലിരിയുന്നുണ്ട്. കാരണം എന്താണ്? ഞങ്ങളുടെ ബന്ധുക്കളിൽ ഭൂരിഭാഗവും മുസ്ലിമീങ്ങളാണ്. ഇന്നും മുസ്ലിമായിട്ട് ജീവിക്കുന്നവരാണ് ഞങ്ങളുടെ ബന്ധുക്കളിൽ ഭൂരിഭാഗവും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരിങ്ങനെ ഈ വർഗീയ പ്രസംഗവുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ, ഈ വർഗീയ ചിന്താഗതിയുമായിട്ട് ഈ കേരളീയ മുസ്ലിമീങ്ങൾ, ലോക മുസ്ലിമീങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ, ഇതര മതസ്ഥർ സംഘടിച്ചാൽ എന്താവും ഇവരുടെ അവസ്ഥ? ലോകത്ത് 650 കോടിയോളം വരുന്നത് കാഫിറുകളാണ്. ലോകത്തെ 650 കോടിയോളം നിൽക്കുന്നത് കാഫിറുകളാണ്. വെറും 170 കോടിയേ ലോക മുസ്ലിമീങ്ങളുള്ളൂ. ലോകത്ത് മുസ്ലിമീങ്ങൾ വെറും 170 കോടിയേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഈ ഗ്രന്ഥത്തിൽ ഇവരൊക്കെ ഈ ഗ്രന്ഥം വായിച്ച് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ എന്നാലേ 144 അവിടെ പറയുന്ന ഇത് വായിച്ചിട്ട്, അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങൾ അമുസ്ലിമീങ്ങളെ ആരെയും മിത്രമാക്കരുത്, ഇത്തരം ആയത്തുകൾ വായിച്ച് അവരെല്ലാവരും സംഘടിച്ചാൽ ഈ 650 കോടി മുസ്ലിമിനെതിരായാലും എന്തായിരിക്കും മുസ്ലിമിന്റെ അവസ്ഥ എന്ന് നോക്കിയേ. ഈ 170 കോടി, ഈ 650 കോടിയെ 170 കോടിക്കെതിരെ ആയുധമെടുത്താൽ, ഇപ്പൊ ഈ മുസ്ലിമീങ്ങൾ ആയുധം എടുക്കുന്ന പോലെ, താലിബാൻ എടുക്കുന്ന പോലെ, ഹമാസ് എടുക്കുന്ന പോലെ, പോപ്പുലർ ഫ്രണ്ടുകാർ എടുക്കുന്നത് പോലെ, ഐസിസുകാർ എടുക്കുന്ന പോലെ, ബൊക്കോ ഹറാം എടുക്കുന്ന പോലെ, ലോകത്തെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ആയുധമെടുത്ത് അന്യമതസ്ഥർക്കെതിരെ പോരാടുന്നത് പോലെ ഇവരും മുസ്ലിമീങ്ങൾക്കെതിരെ പോരാടാൻ ഇറങ്ങിയാൽ ഈ 170 കോടിയുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ഓർത്ത് നോക്കിയേ. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്ന് ഈ ഇത്ര ശക്തമായിട്ട് സംസാരിക്കുന്നത്. കാരണം ഞങ്ങളുടെയൊക്കെ ബന്ധുമിത്രാദികൾ മുസ്ലിമീങ്ങളാണ്. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ കനലെരിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ശക്തമായിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ ഇസ്ലാമിക മൗലവിമാരോട്, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ ഇസ്ലാമിക മൗലവിമാരോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ. അതായത്, നിങ്ങൾ ഈ ഹമാസിനെ പോലുള്ള, ഈ ഐസിസിനെ പോലുള്ള, ഈ ബൊക്കോ ഹറാം പോലുള്ള, ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള, സിമി പോലുള്ള, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ നിങ്ങൾ നിശ്ചിതം വിമർശിച്ചില്ല എങ്കിൽ, നിങ്ങൾ അക്കമിട്ട് നിരത്തി നിങ്ങൾ വിമർശിച്ചില്ല എങ്കിൽ, അവരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തിയില്ല എങ്കിൽ, അവരെ നിങ്ങളുടെ വീടുകളിൽ നിന്നും മാറ്റി നിർത്തിയില്ല എങ്കിൽ, വരാൻ പോകുന്നത്, ഇന്ത്യൻ മുസ്ലിമിന് വരാൻ പോകുന്നത് പാലസ്തീനികളുടെ അനുഭവമായിരിക്കും. യാതൊരു സംശയവുമില്ല. ഇന്ന് ലോകം മുഴുവൻ മുസ്ലിമീങ്ങൾ അഭയാർത്ഥികളായി തെണ്ടിത്തിരിഞ്ഞുകൊണ്ട് നടക്കുന്ന കാലഘട്ടമാണ്. സിറിയയിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും, പാകിസ്ഥാനിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും, സുഡാനിൽ നിന്നും, എന്തിനേറെ പറയുന്നു, പല സ്ഥലങ്ങളിൽ നിന്നും ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങനെ ഇവരുടെ വർഗീയത കാരണം അവരുടെ രാജ്യങ്ങൾ റോഹിംഗ്യരെയൊക്കെ നമുക്കറിയാമല്ലോ. വായിൽ കമ്പിട്ടാൽ പോലും കടിക്കാത്ത ബുദ്ധന്മാരാണ് അവരെ ആട്ടി ഓടിച്ചത്. അപ്പോൾ ഇവരൊക്കെ അഭയാർത്ഥികളായിട്ട് ലോകം മുഴുവൻ അലയുകയാണ്. അങ്ങനെ എന്റെ ബന്ധുമിത്രാദികളും ഈ ഇന്ത്യൻ മുസ്ലിമീങ്ങളും അഭയാർത്ഥികളായിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയി അലയേണ്ട ഗതികേടുണ്ടാകാതിരിക്കാനാണ് ഞാനൊക്കെ ഇത്ര ശക്തിയുക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക മൗലവിമാരോട്, കേരളത്തിലെ ഇസ്ലാമിക മൗലവിമാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഈ ഇസ്ലാമിസ്റ്റുകളെ, ഇത്തരം ഇസ്ലാമിക തീവ്രവാദികളെ, ഇത്തരം ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ നിങ്ങൾ മാറ്റി നിർത്തണം. അവർക്കെതിരെ നിങ്ങൾ വിരലുകൾ ഉയർത്തണം. നിങ്ങളുടെ ജുമാ കുത്തുബുകളിൽ, നിങ്ങളുടെ പള്ളിമേടകളിൽ, നിങ്ങളുടെ പള്ളി മിനാരങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കുന്നവർക്കെതിരെ, ഇത്തരം തീവ്രവാദികൾ ലോകത്തിന് നാശമാണ്, നമുക്ക് നാശമാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു
പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യൻ മുസ്ലിമിന്റെ അവസ്ഥ പാലസ്തീനി മുസ്ലിമുകളുടെ അവസ്ഥയിലേക്കാൾ ഭീകരമായി മാറും. യാതൊരു സംശയവുമില്ല. നിസ്സംശയം, നിസ്തർക്കം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. നമ്മുടെ ഹാദിയ ഉണ്ടല്ലോ, ഹാദിയ പിന്നെ ഷഫീൻ ജഹാന്റെ കേസ് കേട്ട് അവൾ വീണ്ടും വിവാഹിതയായിരിക്കുകയാണ്. തിരുവനന്തപുരത്തുള്ള സിമി തീവ്രവാദിയെ കല്യാണം കഴിച്ചു. ഈ കഴിഞ്ഞ ദിവസം അവിടെ മീഡിയ വൺ ചാനലിൽ അവിടെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചും കൂടെ ഒരു റൂം നിർബന്ധമായിട്ടും സുപ്രഭാത ഇടണം. നമുക്ക് കൂടുതൽ സംസാരിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു. തീർച്ചയായും ഇടണം, നമുക്കത് ചർച്ചയാക്കണം. നമുക്ക് ഈ വിഷയത്തിൽ ആദ്യം ഒന്ന് നമുക്ക് അതിന്റെ ഒരു മുണ്ടിനാലിഴക്കേടി പരിശോധിക്കാം. കുവൈത്തിൽ ക്രിസ്മസിന് നിരോധനം, അത് ഞമ്മന്റെ ചോയ്സ് ആണെന്നാണ് ഈ കോയമാരുടെ അവകാശവാദം. സുപ്രഭാത ഈ റൂമേ സുപ്രഭാത റീപ്ലേസ് ഓഫ് ആകുന്നതിന് മുമ്പ് ക്ലോസ് ചെയ്യണേ. ഓക്കെ, അപ്പം